Hey all my beautiful souls, welcome back to my channel. Hope you guys are doing awesome today. What you need to hear right now എന്താണ് ഈ സമയം നിങ്ങൾ കേൾക്കേണ്ടത്, എന്താണ് നിങ്ങൾക്കുള്ള വളരെ സ്പെഷ്യൽ സൈക്കിക് മെസ്സേജ് എന്നാണ് നമ്മൾ ഇന്ന് കളക്റ്റീവായിട്ട് നോക്കുന്നത്. ബിഫോർ ദ റീഡിങ് ഈ സമയം നിങ്ങൾ കുറച്ചുകൂടെ ഫോക്കസ് ചെയ്യേണ്ടത് നിങ്ങളുടെ ട്രാവൽ പ്ലാൻസിന് വേണ്ടിയിട്ടാണ്. ട്രാവൽ പ്ലാനിങ്സ് ആൻഡ് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ. ഓൾറൈറ്റ്, നിങ്ങളുടെ സംസാരത്തിലേക്കാണ് നിങ്ങൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. ഈ ഒരു രണ്ട് കാര്യത്തിലേക്ക് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. എസ്പെഷ്യലി ഈ ഒരു വീഡിയോ നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് അഡ്വൈസ്, ഓക്കെ, ഒരു ഡിവൈൻ അഡ്വൈസ് ആയിട്ട് നിങ്ങൾ എടുക്കേണ്ട ഒരു മെസ്സേജ് ആണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കൺഫർമേഷൻ ആയിട്ട് നിങ്ങൾ എടുക്കേണ്ട ഒരു കാര്യമാണ്. ബിക്കോസ് ചില ആളുകൾ നിങ്ങളുടെ സംസാരം റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങൾ എങ്ങനെയാണോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണോ റിയാക്ട് ചെയ്യുന്നത്, നിങ്ങളുടെ റിയാക്ഷൻ എങ്ങനെയാണ് സംസാരത്തിലൂടെ നിങ്ങൾ എക്സ്പ്രസ് ചെയ്യുന്നത്, അത് മേ ബി ലൈക്ക് ഒരു ഓവർ റിയാക്ട് ചെയ്യുന്നുണ്ടോ, ഓർ അവിടെ എന്തെങ്കിലും കാര്യങ്ങൾ ഇംപ്രൂവ് ചെയ്യണോ, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ക്വാളിറ്റീസ് ഉണ്ടാവുമല്ലോ, സംസാരം റിലേറ്റഡ് ആയിട്ടുള്ള കഴിവുകളോ, ആ ഒരു ക്വാളിറ്റി നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടതായിട്ടുണ്ടായിരിക്കാം. ഓക്കെ, സോ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങൾ സംസാരം റിലേറ്റഡ് ആയിട്ട് നിങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കണം. പ്രോബബ്ലി നിങ്ങളത് നോട്ടീസ് ചെയ്യുന്നുണ്ടാവില്ല, അല്ലെ? സോ നിങ്ങൾ കൂടുതൽ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷനിലേക്കും നിങ്ങളുടെ വോയിസ്, നിങ്ങളുടെ സംസാരം റിലേറ്റഡ് ആയിട്ടുള്ള കാര്യത്തിലേക്കും നിങ്ങളുടെ ട്രാവൽ പ്ലാനിങ്ങിലേക്കുമാണ് നിങ്ങൾ കൂടുതൽ ഈ ഒരു സമയത്ത് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. സോ ചില ആളുകൾ നിങ്ങൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടോ ഓർ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ട്രാവൽ പ്ലാനിങ്സ് ഉണ്ടായിരിക്കാം, അല്ലെ? സോ ഒരുപാട് കാലത്തിന് ശേഷം നിങ്ങളുടെ ചില ട്രാവൽ പ്ലാൻസ് ഒക്കെ ഓൺ ആവുന്നുണ്ടായിരിക്കാം. സോ നിങ്ങൾ എങ്ങോട്ടെങ്കിലൊക്കെ യാത്ര ചെയ്യുന്നുണ്ടായിരിക്കണം, ഓർ യാത്ര ചെയ്യാനുള്ളൊരു ക്രേവ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ടായിരിക്കണം. പുതിയ ഐഡിയാസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ടായിരിക്കണം ലൈഫിൽ, അല്ലെ? പുതിയ കോൺസെപ്റ്റ് ലൈഫിനെ പറ്റി, നിങ്ങളുടെ ലൈഫിന്റെ പല ഏരിയാസിനെ പറ്റി, നിങ്ങൾക്ക് നിങ്ങളെ പറ്റിയിട്ട് തന്നെ. അതുകൊണ്ടാണ് ചില ആളുകൾ നിങ്ങളുടെ സംസാരത്തിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ഒക്കെ വരുത്തുന്നത്. ഉച്ചാരണ ശുദ്ധി നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ടായിരിക്കണം, ഓർ നിങ്ങളുടേതായിട്ടുള്ള ചില ഒത്തന്റിക് കഴിവുകൾ നിങ്ങളുടെ സംസാരം കണക്ട് ചെയ്ത് ചെയ്യുന്നുണ്ടായിരിക്കണം, അറിഞ്ഞോ അറിയാതെയോ. ഓക്കെ, സോ ഇതിലേക്കൊക്കെ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം ഇത് നിങ്ങളെ ഈ ഒരു ടൈമിൽ നിങ്ങൾ കൂടുതൽ എക്സ്പാൻഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഓക്കെ, സോ ചില ആളുകൾക്ക് യാത്ര ഉണ്ടാവുന്നത് അത് നിങ്ങളുടെ ഒരു സോൾ ജേർണി ആയിരിക്കാം. സോ നിങ്ങളുടെ സോൾ വളരെ എക്സൈറ്റഡ് ആയിട്ടുള്ള ചില ലൈഫ് സിറ്റുവേഷനിലേക്ക് വരുന്നുണ്ട്. സോ ഓൾറെഡി നിങ്ങൾക്കതൊരു ഇൻറ്റ്യൂഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഗട്ട് ഫീലിങ്സ് നിങ്ങൾക്കത് കണക്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരിക്കണം, അല്ലെങ്കിൽ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കണം, റൈറ്റ്? സോ നിങ്ങൾക്ക് വളരെ എക്സൈറ്റ്മെന്റ് വിതൗട്ട് എനി റീസൺ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഓർ നിങ്ങൾക്ക് എന്തൊരു കാര്യം അറിയാം, അല്ലെ? നിങ്ങൾ വളരെ എക്സൈറ്റഡ് ആക്കുന്ന എന്തൊരു കാര്യം നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരിക്കണം. സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ലൈഫിൽ സംഭവിക്കുന്നുണ്ടായിരിക്കാം. എക്സാക്ട്ലി. സോ നിങ്ങളുടെ റിലേഷൻഷിപ്പ്, പാർട്ട്ണർഷിപ്പ്, ഓർ നിങ്ങളുടെ ലൈഫിന്റെ വളരെ ഒരു പ്രോസ്പെരിറ്റി സ്റ്റാർട്ട് ചെയ്യാണ്. ഓക്കെ, ഓരോരുത്തർക്കും ഓരോ ഏരിയാസിലായിരിക്കാം. ചില ആളുകൾക്ക് നിങ്ങളുടെ ഫൈനാൻസ്, ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യത്തിലായിരിക്കാം. ചില ആളുകൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പ്, ഫാമിലി, ഒക്കെ ലവ് ലൈഫിലേക്കൊക്കെ റിലേറ്റ് ചെയ്യുന്ന സമയത്തായിരിക്കാം. ഓക്കെ, സോ എന്തൊരു കാര്യം വളരെ എക്സൈറ്റ്മെന്റോട് കൂടിയിട്ട് നിങ്ങളുടെ ലൈഫിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സിറ്റുവേഷന്റെ ഇറ്റ്സ് ലൈക്ക് ഒരു വസന്തകാലം നിങ്ങളുടെ ലൈഫിൽ. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളുടെ പല എഫേർട്സിന്റെയും, അല്ലെങ്കിൽ ഇറ്റ്സ് ലൈക്ക് നിങ്ങളൊരു മരം നട്ട് അതിന്റെ ഒരു ഗുണം നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു സീസണിലേക്കാണ് നിങ്ങൾ വരുന്നത്. ഓക്കെ, അതിന്റെ ഫ്രൂട്ട്സ്, അതിന്റെ എല്ലാ ഗുണങ്ങളും നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. എസ്പെഷ്യലി നിങ്ങളുടെ എഫേർട്സ് അവിടെ റിട്ടേൺ ചെയ്യാണ് നിങ്ങൾക്ക് പല പല കാര്യങ്ങളായിട്ട്. നിങ്ങൾക്ക് എന്തൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ടോ അതിൻ്റെയൊക്കെ ഒരു നല്ല ഫലങ്ങൾ നിങ്ങൾ കൂടുതൽ നിങ്ങളുടെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വെരി സൂൺ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടതും ഈ ഒരു കാര്യങ്ങളാണ്. ഓക്കെ, ബെറ്റർ റിസൾട്ട്. ഓക്കെ, അതാണ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നത്. ബെറ്റർ ഓർ ദ ബെസ്റ്റ് റിസൾട്ട് നിങ്ങളുടെ എഫേർട്സിന് വേണ്ടിയിട്ടുള്ള. ഓക്കെ, സോ ചില ആളുകൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പ് വളരെ നല്ല രീതിയിൽ ആക്റ്റീവ് ആവാൻ പോവാണ്. വിച്ച് മീൻസ് നിങ്ങൾ വളരെ പ്ലസന്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് റിലേഷൻഷിപ്പിൽ നിങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ടായിരിക്കണം നിങ്ങളുടെ പാർട്ട്ണറായിട്ട്. ഓർ ചില ആളുകൾക്ക് അത് പുതിയൊരു ലൈഫ് കോൺസെപ്റ്റിലേക്ക് നിങ്ങൾ വരാണ്, പുതിയൊരു ലൈഫ് എക്സ്പീരിയൻസിലേക്ക് വരാണ്. പ്രോബബ്ലി അത് പുതിയ റിലേഷൻഷിപ്പ് ആയിരിക്കാം. ഓക്കെ, സോ അതുപോലത്തെ ചില മാറ്റങ്ങൾ ചില ആളുകളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ട്. ഓക്കെ, സോ ചില കാര്യങ്ങൾ നിങ്ങൾ ആദ്യമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലേക്കായിരിക്കാം നിങ്ങൾ വരുന്നുണ്ടായിരിക്കാം. ഓക്കെ, കുറെ കൂടെ നിങ്ങൾക്ക് എസ്പെഷ്യലി നിങ്ങളുടെ ആളുകളിലേക്കൊക്കെ വരുന്ന സമയത്ത് ഒരു അസാധ്യമായിട്ടുള്ളൊരു വിശ്വാസം, പരസ്പര വിശ്വാസം
നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ചില ലൈഫ് ഇവന്റ്സ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നുണ്ട്. സോ അത് പ്രോബബ്ലി നിങ്ങൾക്ക് കൂടുതൽ ഒരു സേഫ് ഫീലിങ്സ് തരുന്നതോ നിങ്ങൾക്ക് ഒരുപാട് കോൺഫിഡൻസ് തരുന്നതോ, കാരണം നിങ്ങൾ അത്ര സപ്പോർട്ടീവായിട്ട് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോവാണ് ലൈഫിൽ. ഓക്കെ, സോ അത് ചില കാര്യങ്ങൾ റൈറ്റ് പ്ലേസിൽ വരുന്നത് കൊണ്ടായിരിക്കാം, ഓർ ചില ആളുകൾ നിങ്ങളുടെ ലൈഫിൽ വരുന്നതിന്റെ ഭാഗമായിട്ടായിരിക്കാം. ഓക്കെ, നിങ്ങൾക്ക് വളരെ അധികം കോൺഫിഡൻസ്, ആത്മവിശ്വാസം തോന്നുന്ന ഒരു സിറ്റുവേഷനിലേക്കാണ് നിങ്ങൾ വരുന്നത്. ചില ആളുകൾ നിങ്ങൾ ഓൾറെഡി അങ്ങനത്തെ ഒരു ലൈഫ് സിറ്റുവേഷനിൽ കൂടി ആയിരിക്കാം പോകുന്നുണ്ടായിരിക്കാം, അല്ലെ? ചില ആളുകൾക്ക് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഹാബിറ്റ്സിലേക്ക് വരുന്നുണ്ടായിരിക്കണം, ഒരു ലൈഫ് ഹാബിറ്റ്സിലേക്ക്, അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻ നിങ്ങൾ എടുക്കുന്നുണ്ടായിരിക്കാം. അത് പ്രോബബ്ലി നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ ഒരുപാട് യാത്ര ചെയ്യാൻ പ്രിപ്പയർഡ് ആവുന്നുണ്ട്. ഓക്കെ, സോ അത് പ്ലേസ് ടു പ്ലേസ് ആയിരിക്കാം, ഓർ നിങ്ങളുടെ സോൾ ജേർണി ആയിരിക്കാം, ഓർ നിങ്ങൾ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്യാത്ത ചില ലൈഫ് സ്റ്റൈലിലേക്കോ അല്ലെങ്കിൽ ലൈഫ് സിറ്റുവേഷനിലേക്കോ വരാൻ വേണ്ടിയിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന ചില കാര്യങ്ങളും ആയിരിക്കാം. ഓക്കെ, വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡിറ്റർമിനേഷൻ ചില ആളുകൾക്ക് ഉണ്ടാവുന്നുണ്ട്. സോ മൊത്തത്തിൽ നിങ്ങൾ അഴിച്ചു പണിയാൻ ഹെൽപ്പ് ചെയ്യുന്ന ചില കാര്യങ്ങളിലേക്ക് നിങ്ങൾ വേൾഡ് ആവുന്നുണ്ടായിരിക്കണം. സോ നിങ്ങളുടെ ലൈഫിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡിസിഷനിലൂടെ ആയിരിക്കാം നിങ്ങൾ പോകുന്നുണ്ടായിരിക്കുക. ചില ആളുകൾക്ക് നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന ഒരു മാറ്റാണ്, നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാക്കാൻ പോകുന്ന മാറ്റാണ്, നിങ്ങളുടെ ഇതുവരെയുള്ള ഒരു എക്സ്പീരിയൻസിൽ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്ന ഒരു മാറ്റാണ്. നിങ്ങൾ മെന്റലി, ഫിസിക്കലി, ഇമോഷണലി നിങ്ങളുടെ ഒരു സ്പിരിച്വൽ ജേർണിയിലേക്ക് പ്രിപ്പയർഡ് ആയിട്ട് വരുന്നത് പോലെയാണ്. ഓക്കെ, നിങ്ങളുടെ ലൈഫിന്റെ ഒരു മേജർ ഇവന്റിലേക്ക് നിങ്ങൾ പ്രിപ്പയർഡ് ആയിട്ട് വരുന്ന ഒരു സിറ്റുവേഷൻ കൂടെ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സോ ചില ആളുകൾക്ക് നിങ്ങളുടെ ലൈഫിൽ പൊസിഷനിൽ നല്ല രീതിയിലൊരു മാറ്റം നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഓക്കെ, ഓൾറെഡി നിങ്ങൾ അത് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടായിരിക്കാം, അല്ലെ? സോ ചില സിറ്റുവേഷനിലേക്ക് വരുന്ന സമയത്ത്, ചില പാർട്ട്ണർഷിപ്പിലേക്ക് വരുന്ന സമയത്ത്, ചില ആളുകൾ നിങ്ങളുടെ ലൈഫിൽ കണക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളെ പറ്റിയിട്ടുള്ളൊരു നിങ്ങൾ എന്താണ് എന്നുള്ളത് കൂടുതൽ തിരിച്ചറിയാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആൻഡ് മോർ ഓവർ അത് നിങ്ങൾ പല ഏരിയാസിലും നിങ്ങളുടെ ഒരു എല്ലാ രീതിയിലും നിങ്ങളുടെ പൊസിഷൻസ് ഒരു ഹൈ ലെവലിലേക്ക് കണക്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളെ പറ്റിയിട്ടുള്ള ഒരു കാഴ്ചപ്പാടിൽ മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾക്ക് ഒരുപാട് സെൽഫ് റെസ്പെക്ട് നിങ്ങളുടെ അടുത്ത് തന്നെ തോന്നുന്നുണ്ട്. ഓക്കെ, അത് റിലേറ്റഡ് ആയിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്. സോ ഫൈനാൻഷ്യലി നിങ്ങൾക്ക് ഒരുപാട് ചേഞ്ചസ് സംഭവിക്കുന്നുണ്ട്. ഓക്കെ, സോ ഫൈനാൻഷ്യൽ ലൈഫ് സ്റ്റൈലിലേക്ക് വരുന്ന സമയത്ത് ഒരു മേജർ ഷിഫ്റ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. മണി നല്ല രീതിയിൽ നിങ്ങളുടെ ലൈഫിൽ ഫ്ലോ ചെയ്യുന്നത് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫൈനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ വളരെ ഫേവർ ആയിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വളരെ ഫേവർ ആയിട്ട് ഫൈനാൻഷ്യലി കാര്യങ്ങൾ സംഭവിക്കുന്നതായിട്ട് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരിക്കണം. ഓക്കെ, ആൻഡ് ചില ആളുകൾക്ക് നിങ്ങളൊരു ഗ്രേറ്റ് സ്റ്റാർട്ട് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നത് നിങ്ങൾ ഒരുപാട് അവേക്കൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ചില ജോബിലേക്ക് നിങ്ങൾ വരുന്നുണ്ട്. ഓക്കെ, അത് പ്രോബബ്ലി നിങ്ങൾ ഒരുപാട് ശ്രമിച്ചിട്ട് നടത്താൻ പോകുന്ന ഒരു കാര്യമാണ്. അത് പല തവണ ശ്രമിച്ചിട്ട് വർക്ക് ആവാത്ത കാര്യങ്ങൾ വീണ്ടും നിങ്ങൾ കണക്ട് ചെയ്ത് ഇതുപോലത്തെ ഒരു മാറ്റം, അല്ലെങ്കിൽ നിങ്ങൾ എന്താണോ ചെയ്യുന്നത് അതിന്റെ കൂടെ ഒരു ഫൈനാൻഷ്യൽ ഫ്ലോ കൂടെ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, അത് നിങ്ങൾ ടാർഗറ്റ് ചെയ്യുന്ന കാര്യമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ എന്താണോ ചെയ്യുന്നത് ആ ഒരു പ്രവൃത്തിയുടെ കൂടെ ഫൈനാൻഷ്യൽ ആയിട്ടുള്ള കാര്യം കൂടെ നിങ്ങളുടെ ലൈഫിൽ നല്ല രീതിയിലൊരു പ്രോസ്പെരിറ്റിയിലേക്ക് കണക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, എല്ലാ കാര്യത്തിന്റെ ഒരു സമൃദ്ധി നിങ്ങൾക്ക് ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അത് ഫൈനാൻഷ്യലി ആയിരിക്കാം, റിലേഷൻഷിപ്പിൽ, ലൈഫിൽ വരുന്ന സമയത്ത് അതിന്റെ ഒരു പ്രോസ്പെരിറ്റി നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് മെയിൻലി നിങ്ങൾ കുറച്ചുകൂടെ ഓപ്പൺ ആവേണ്ടത് നിങ്ങൾക്ക് ഒരുപാട് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആളുകൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും പാസ്റ്റ് എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും വിശ്വാസവഞ്ചന, ആളുകളെ ട്രസ്റ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഫൈനാൻഷ്യലി നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തണം എന്ന് തോന്നിയിട്ടുള്ള ചില ലൈഫ് സിറ്റുവേഷൻ ഒക്കെ ഉണ്ടായിരിക്കാം, അല്ലെ? സോ അവിടെയൊക്കെ നിങ്ങൾക്ക് പുതിയ എക്സ്പീരിയൻസ് തരുന്ന പുതിയ അനുഭവങ്ങൾ നിങ്ങൾക്ക് അവിടെ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾ കുറച്ചുകൂടെ ഓപ്പൺ ആവേണ്ടതായിട്ടുണ്ട്. ഓപ്പൺ ആവുക എന്ന് പറയുന്നത് നിങ്ങൾക്ക് നല്ല കാര്യങ്ങൾ ലൈഫിൽ വരുന്ന സമയത്ത് അത് വളരെ സന്തോഷമായിട്ട്, അതൊരു ഡൗട്ടും ഇല്ലാതെ നിങ്ങൾക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കണം. ഓക്കെ, സോ റിലേഷൻഷിപ്പിൽ നിങ്ങൾ വളരെ പ്ലസന്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് നിങ്ങൾ കണക്ട് ചെയ്യാൻ പ്രിപ്പയർഡ് ആവേണ്ടതായിട്ടുണ്ട്. യു നീഡ് ടു ട്രസ്റ്റ് യുവർ റിലേഷൻഷിപ്പ്. എസ്പെഷ്യലി നിങ്ങളുടെ പാസ്റ്റ് റിലേഷൻഷിപ്പ് കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമോ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഇനിയൊരു റിലേഷൻഷിപ്പിലേക്ക് വരാൻ പേടിയുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇനി റിലേഷൻഷിപ്പിൽ ഹോപ്പ് ചില പ്ലേസിൽ വരുന്ന സമയത്ത് നിങ്ങൾക്ക്
ശരിയാവില്ല എന്ന് തോന്നിയിട്ടുള്ള ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കാം അല്ലെ. സോ അങ്ങനത്തെ ഒരു പാർട്ട്ണർഷിപ്പ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം. ഓർ ചില കാര്യങ്ങളിൽ പോസിബിലിറ്റി ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ ചില കാര്യങ്ങൾ വരുന്ന സമയത്ത് നിങ്ങൾക്ക് അത് ട്രസ്റ്റ് ചെയ്യാൻ സാധിക്കണം. ഓക്കെ, മേ ബി ലൈക്ക് ഒരുപാട് മാറ്റങ്ങളോട് കൂടിയിട്ടായിരിക്കാം പുതിയ കാര്യം നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ വീണ്ടും നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ടായിരിക്കാം. ഓക്കെ, സോ നിങ്ങളുടെ പല കാര്യത്തിന്റെ എസ്പെഷ്യലി നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ കുറെ കാലമായിട്ട് കാത്തിരുന്നത് ഒരു പ്രോസ്പെരിറ്റി ആണ്, എന്തിന്റെങ്കിലും ഒരു സമൃദ്ധിയാണ്, എന്തിന്റെങ്കിലൊക്കെ ഒരു ഫ്ലോ ആണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഒരുപാട് വെയിറ്റ് ചെയ്തതെങ്കിൽ ഇനി നിങ്ങൾക്ക് ആ ഒരു കാത്തിരിപ്പിന്റെ ആവശ്യമില്ല. ഓൾറൈറ്റ്, നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെയോ ഒരു കാര്യങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് മാറ്റിയെടുക്കാൻ ശ്രമിക്കുന്നുണ്ട് അല്ലെ, ഒരുപാട് കൺട്രോൾ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഇമോഷൻസ് വളരെ നല്ല രീതിയിൽ നിങ്ങൾ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. നിങ്ങളുടെ ചില ഹാബിറ്റ്സ്, നിങ്ങളുടെ ചില അഡിക്ഷൻസ്, നിങ്ങൾക്ക് അത്ര ഇഷ്ടമുള്ള ചില കാര്യങ്ങൾ നിങ്ങൾ മാക്സിമം നിങ്ങൾ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ഇമോഷൻസിന്റെ മേലൊരു കൺട്രോൾ കിട്ടുന്നുണ്ട്. നിങ്ങളത് മാക്സിമം ഇറ്റ്സ് ലൈക്ക് നിങ്ങൾക്ക് കൂടുതൽ പരീക്ഷണങ്ങളും ഉണ്ടാവുന്നുണ്ട് ചില കാര്യത്തിൽ, പക്ഷേ നിങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ നിങ്ങളുടെ ഇമോഷൻസ് ബാലൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, എസ്പെഷ്യലി നിങ്ങളുടെ സെക്ഷൽ ആയിട്ടുള്ള കാര്യങ്ങൾ, ഓക്കെ, ഫിസിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്ത് എനിക്ക് നിങ്ങൾക്ക് വളരെ പ്ലസന്റ് ആയിട്ടുള്ള ഫിസിക്കൽ ഇന്റിമസി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. ആരുടെങ്കിലും ലൈഫിൽ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഒരു മേജർ റോളിലേക്ക് നിങ്ങൾ വരികയാണ്. ഓക്കെ, യു നീഡ് ടു ട്രസ്റ്റ് യുവർ റിലേഷൻഷിപ്പ്. ഓക്കെ, സോ ഇത് ചില ആളുകൾക്കുള്ള വളരെ സ്പെഷ്യൽ മെസ്സേജ് ആണ്. സ്പെഷ്യലി നിങ്ങൾ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നുകിൽ അത് നിങ്ങൾക്ക് ഫൊഗീവ് ചെയ്യാൻ സാധിക്കണം, ഓർ നിങ്ങൾക്ക് റൈറ്റ് അല്ലാത്ത ചില കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം ഇമോഷണലി നിങ്ങൾ കൺട്രോൾ ചെയ്യുന്നുണ്ട്. അത് പ്രോബബ്ലി നിങ്ങൾ ചില പ്ലേസിലേക്ക് ഇനി പോവാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം അല്ലെ. സോ ചില കാര്യങ്ങൾ നിങ്ങൾ അതുപോലെ തന്നെ ഡീൽ ചെയ്യാം. ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ലൈഫ് തന്നെ ഓഫർ ചെയ്യുന്ന സമയത്ത് അത് അക്സെപ്റ്റ് ചെയ്യാൻ കൂടെ നിങ്ങൾക്ക് സാധിക്കണം. കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ ഇമോഷൻ റിലേഷൻഷിപ്പിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഒരു സ്ഥാനം ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഒരു സ്ഥാനം പിടിച്ചു പറ്റാൻ സാധിക്കുന്ന ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ കണക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ പ്രോബബ്ലി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ട ചില മാറ്റങ്ങളാണ്. ഓക്കെ, ഇനിയൊരു റിലേഷൻഷിപ്പ് ഉണ്ടാവുമോ, ഇനിയൊരു നല്ലൊരു റിലേഷൻഷിപ്പിലേക്ക് വരാൻ സാധിക്കുമോ എന്ന് ഡൗട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ യു നീഡ് ടു ട്രസ്റ്റ് യുവർ ഇൻറ്റ്യൂഷൻ. ബിക്കോസ് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ആണ് നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ഡിസയർ മേ ബി തരുന്നുണ്ടായിരിക്കാം. നാച്ചുറലി നിങ്ങൾക്ക് ചില ആഗ്രഹങ്ങൾ ഉണ്ടാവുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ചില കോൺസെപ്റ്റ് നിങ്ങൾക്ക് റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്ത് ഉണ്ടാവുന്നുണ്ടായിരിക്കാം. അല്ലെ, അത് നാച്ചുറലി നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വരുന്ന കാര്യമായിരിക്കാം. നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പറ്റി, മാരേജ് ലൈഫിനെ പറ്റി, പാർട്ട്ണർഷിപ്പിനെ പറ്റി, നിങ്ങളുടെ ഒരു ലൈഫ് പാർട്ട്ണറെ പറ്റി നിങ്ങൾക്ക് ഉണ്ടാവുന്ന കോൺസെപ്റ്റ് അത് ഒരു ഡിസയർ ആയിട്ട് നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്ന ഒരു കാര്യമായിരിക്കാം അല്ലെ. സോ ഫൈനലി അതുപോലത്തെ ചില കാര്യങ്ങൾ നിങ്ങളുടെ വലിയൊരു ഡിസയർ നിങ്ങൾ ക്രാക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ ലൈഫിൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള ചില ലെസൺസ് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, അത് നിങ്ങൾക്ക് വിൻ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. സോ ട്രസ്റ്റ് യുവർ സെൽഫ്. പ്രഗ്നൻസി, റിലേഷൻഷിപ്പ്, മാരേജ്, വീണ്ടും ഒരു റിലേഷൻഷിപ്പിലേക്ക് വരേണ്ട ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങളിത് കേൾക്കേണ്ട മെസ്സേജ് ആണ്. നിങ്ങളെ ട്രസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ ആ ഒരു പവർ ട്രസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ദൈവത്തിൽ വിശ്വസിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മേലെ വിശ്വസിക്കാം. കാരണം നിങ്ങൾക്ക് ചില സിറ്റുവേഷൻ ലൈഫ് ഓഫർ ചെയ്യുന്നുണ്ട്, ചില സിറ്റുവേഷൻ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, റിലേറ്റ് ചെയ്യാൻ നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട്. ഓക്കെ, സോ അതാണ് നിങ്ങൾക്കുള്ള മെസ്സേജ്. ഹോപ്പ് യു ലൈക്ക് ദിസ് റീഡിംഗ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്ന ഫ്രണ്ട്സ്, ടേക്ക് കെയർ.